അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാവിലെ തന്നെ അതാ സമീറയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരു നിമിഷം അവൾ നോക്കി. റബ്ബേ, ആരപ്പത്? ഓ, ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അതെ, ഉമ്മയുടെ ഫോണിൽ നിന്നാണ് കോള് വരുന്നത്. നാസക്കയുടെ ഉമ്മയുടെ. ഹലോ. അവൾ ഒരു നിമിഷം ചെവി ഓർത്തു. അതെ ഇത്താത്ത, നിങ്ങളൊന്ന് വരുമോ? ഉമ്മാക്ക് തീരെ സുഖമില്ല. ഉമ്മാക്ക് ഉമ്മ മുണ്ടണ പോലും ഇല്ല. നിങ്ങളെ മാത്രമാണ് ചോദിക്കണത്. ഇത്താത്ത, നിങ്ങളൊന്ന് വരുമോ? റാഹിലയുടെ കരഞ്ഞുള്ള വിളിയാണ് അവൾ കേട്ടത്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അതെ ഇത്താത്ത, നിങ്ങൾ എന്തുണ്ടെങ്കിലും മറന്നോളി. ഉമ്മ നിങ്ങളെ തന്നെ ചോദിക്കണേ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഖേദായി മാറും. ഉമ്മക്ക് 2-3 ദിവസമായി പനി തുടങ്ങിയിട്ട്. പക്ഷേ ഉമ്മ പോലും അറിയാതെയാണ് റാഹില വിളിക്കുന്നത്. ഇത്താത്ത, നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉമ്മ നിങ്ങളെ കാണണം പറയണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഖേദായി മാറൂലേ? ഇത്താത്ത പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും ഇതാക്കിയിട്ടൊന്ന് വരി. റാഹിലയുടെ കരഞ്ഞുള്ള ആ നിലവിളി സമീറയുടെ മനസ്സിൽ അലിവ് പകർന്നോ? അവൾ ഒരു നിമിഷം പകച്ചുപോയി. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? അത് റാഹില, ഞാനെങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പോരുക? ഇവിടെ ഒരു പെണ്ണ് പ്രസവിക്കാനായി നിൽക്കല്ലേ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. പൊന്നിത്താത്ത, നിങ്ങൾ അങ്ങനെ പറയല്ലേ. നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയണത്. അതായത് നിങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ താങ്ങായും തണലായി നിന്ന ആളല്ലേ. നിങ്ങളൊന്ന് വരി. നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കുകയാണ്. ഉമ്മക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഖേദാവും കേട്ടോ. ഉമ്മ എങ്ങാനും മരണപ്പെട്ടു പോയാലോ പെട്ടെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളാണ് ചോദിക്കണത് എൻ്റെ സെമി എവിടെ, സമീർ എവിടെ? എനിക്ക് ഓളെ കാണണം തന്നെയാണ് പറയണത്. പൊന്നിത്താത്ത, നിങ്ങളൊന്ന് വരി. റാഹിലയുടെ ആ കരഞ്ഞുള്ള വിളിയിൽ ശരിക്കും സമീറ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, ഞാൻ എന്താ റബ്ബേ ചെയ്യുക? അന്നവൾ അടുക്കളയിലേക്ക് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ആണ് ആ ഒരു ഫോണ് ബെല്ലടിച്ചത്. അവൾ വീണ്ടും റൂമിൽ നിന്ന് ആ ഫോണുമായി അങ്ങോട്ട് വന്നു. മോളെ, ആയിഷമ്മ വിളിക്കുന്നു. ഉമ്മ, ആരാ മോളെ വിളിച്ചത്? ഉമ്മ, അത് അത് എന്ത് മോളെ പറയാനുള്ളത് പറഞ്ഞോളി. സത്യം പറഞ്ഞാൽ സമീറയ്ക്ക് എന്ത് പറയണമെന്നായിപ്പോയി. അതുമ്മ, നാസുർഖാൻ്റെ ഉമ്മാക്ക് തീരെ വയ്യ, എന്നെ കാണണമെന്ന് പറയണ്ട് പറഞ്ഞു. ഞാൻ ഉമ്മ എന്താ ചെയ്യുക? ഞാൻ എന്താ പറയുക? സത്യം പറഞ്ഞാൽ അവൾക്ക് അങ്ങോട്ട് പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. ഉമ്മ, എനിക്ക് പോകാനൊന്നും തീരെ താല്പര്യമില്ല. പക്ഷേ മനുഷ്യൻ്റെ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ 5 കൊല്ലത്തോളം അതിൻ്റെ അടുത്ത് നിന്നതല്ലേ. കുറച്ചൊക്കെ ചീത്തയും വാക്കൊക്കെ കേട്ടാലും അതിൻ്റെ ഒപ്പം ഞാൻ നിന്നതല്ലേ. ഞാൻ എന്താ റബ്ബേ ചെയ്യുക? സമീറ രാവിലത്തെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കുമ്പോഴും അവളുടെ മനസ്സാകെ ഇളകി മറിയുകയായിരുന്നു. അതെ, എന്തൊക്കെ തന്നെ കാട്ടിയാലും ഭർത്താവിൻ്റെ ഉമ്മയല്ലേ. കുറച്ചു കാലം അതിൻ്റെ പേര് നിന്നതുമല്ലേ. നാത്തുമാർ കാട്ടുന്നത്ര കടുപ്പൊന്നും കാട്ടിയിട്ടില്ല. ചിലപ്പോഴൊക്കെ കാട്ടിയാലും എന്നാലും അതൊക്കെ മറക്കുക. എന്താണാവോ പറ്റിയത്? എനിക്കറിയില്ല റബ്ബേ. ഒരു നിമിഷം അവൾ അത് ചിന്തിച്ചു. മോളെ, പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. ഉമ്മ, എന്താ മോളെ ചെയ്യേണ്ടത്? ശരിയാണ്, ഒരാൾ അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് വിളിക്കുമ്പോൾ പോകാതിരിക്കാനും പറ്റൂല. പെട്ടെന്ന് ഒരു വിളി വരുമ്പോൾ അതുമല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് നമുക്കൊരു ഖേദായി തീരും ചെയ്യൂലേ. എന്താ ഞാൻ വേണ്ടിയത്? മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒരു ഓട്ടോ വിളിച്ച് തരണോ? ഒന്ന് പോയി പോരാനേ. ഉമ്മ, എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല ഉമ്മ. മോളെ, എന്തപ്പോൾ ചെയ്യുക? മോളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാനായിട്ടൊന്നും പറയണില്ല. ഉമ്മ, പോയാൽ ഇവിടെയും ബുദ്ധിമുട്ട്. മോളെ, അതുകൊണ്ട് മോള് വിഷമിക്കണ്ട. ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഷമ്മാസ് ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ആ ഒത്താച്ചി റുക്യാത്ത് വിളിക്കാനും പറഞ്ഞിരിക്കണം. എന്തുണ്ടെങ്കിലും ഒന്നൊരു കുഴപ്പമില്ല. ഒന്നും മോള് പേടിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ, എന്നാലും ഉമ്മ ഒറ്റയ്ക്ക്. മോളെ, അത് സാരല്ലേ. ഇപ്പം ആവതുണ്ടല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ഷാമോനുണ്ട് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ. നുസിക്ക് ഇനിയിപ്പോൾ വയ്യാതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അള്ളാൻ്റെ നിയമത്തുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് കുഴപ്പങ്ങളും പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഞാൻ നീച്ച് നടക്കണ്ടല്ലോ. വെച്ചുണ്ടാക്കപ്പോൾ എനിക്ക് വെയ്ക്കുമല്ലോ. ഇജ്ജ് ഉണ്ടായതുകൊണ്ടല്ലേ വല്ലാതെ ഞാൻ അടുപ്പത്ത് കണ്ട് വരാത്തത്. അല്ലെങ്കിൽ ഞാൻ വെച്ച് വിളമ്പീനല്ലോ.
ആ ഒന്നും മോള് ഇതാക്കണ്ട. ഇനിയിപ്പോൾ മോൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കെട്ടിയ ഭർത്താവിൻ്റെ ഉമ്മല്ലേ, അതിന് അങ്ങനെ ഒരു കാണാൻ പൂതി ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും പൊരുത്തപ്പെടിപ്പിച്ചാനൊക്കെ ഉണ്ടാവും. അതായിരിക്കും എനിക്ക് അതേ പറയാനുള്ളൂ. മോളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാൻ വണ്ടി ഏൽപ്പിച്ച് തരാം, അതൊന്നും കുഴപ്പമില്ല. റഷീദെന്ന് വിളിക്കും വേണ്ട, വേറെ ഇഷ്ടംപോലെ വണ്ടിക്കാരുണ്ട്, ഓലെ വിളിച്ച ഓല എന്നെ കൊണ്ടാക്കി തന്നോളും. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പോകുന്നത് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. റബ്ബേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫോൺ കോൾ. ഹലോ താത്ത, നിങ്ങൾ പോന്നോ? നിങ്ങൾ വരാത്തത്? ഇത്ര സ്നേഹമുള്ളൂല്ലേ അമ്മാനോട് നിങ്ങൾക്ക്? ഇമ്മ അത്രക്കും ഇടങ്ങാറായി കിടക്കുകയാണ്. നിങ്ങളൊന്ന് വന്നാളി, നിങ്ങളെ വിളിക്കുന്നുണ്ട്. എൻ്റെ സമീർ എവിടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വന്നാളി. എന്തിനാ ഇപ്പം നിങ്ങൾ ഇത്ര ഇടങ്ങാറായി? സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് റാഹിലയുടെ ഫോൺ കോൾ വീണ്ടും വന്നപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പാവം ഉമ്മ. എനിക്ക് ഏതായാലും ഉമ്മയില്ല, നാസർ ഖാൻ്റെ ഉമ്മ. അത് ചില സമയത്തൊക്കെ എന്നോട് സ്നേഹം കാണിക്കാറുണ്ട്. ഇനി പിന്നെ ചോദിക്കുകയാണെങ്കിൽ പോവന്നെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഒരു നിമിഷം ഐഷമ്മയുടെ മുഖത്തേക്ക് കണ്ണീരോടെ അവൾ നോക്കി. ഉമ്മ, എനിക്ക് ഇവിടുന്ന് പോകാൻ പോതില്ലമ്മ. മോളെ ഒന്ന് പോരി. മനുഷ്യൻ്റെ കാര്യമല്ലേ. ഇന്ന് പോയിക്കാണ്ട് വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോരുകയുണ്ട് കേട്ടാ. ഓട്ടോറിക്ഷ വിളിച്ച് പോരുകയുണ്ട്. തിരിച്ചു വരുമ്പോഴും പൈസ ഞാൻ കൊടുത്തുകൊണ്ട് ഒന്നും വിഷയമാക്കണ്ട കേട്ടോ. മോള് പോവന്നെ. മോള് എന്തായാലും ഒന്ന് പോരി. ഏതായാലും മനുഷ്യന്മാരെ കാര്യമല്ലേ, എങ്ങനെ പറയാൻ പറ്റൂരല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നാൽ വന്നീരല്ലോ മരുവോള് എന്നൊരു പേരും വരും. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, കുട്ടി എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ചായ കുടിച്ച് പോയി കേട്ടോ മോളെ. ഉമ്മ എനിക്കൊന്നും വേണ്ട. അല്ല മോളെ, ഒരു 2 ദോശയും കറി എന്ന കുട്ടി തിന്ന് പോയിക്കോ, അല്ലാതെ അങ്ങനെ അച്ഛൾക്ക് പോവല്ലേ. മനമില്ല മനസ്സോടു കൂടെ അതാ അവൾ ആ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഉമ്മ നിർബന്ധിച്ചു. ചായ ഒന്നും കുടിക്കാൻ കഴിയണില്ല. വേഗം കുളിച്ച് അവൾ പർദ്ദ മാറ്റി ഒരു ബാഗും തൂക്കി ഇറങ്ങുമ്പോൾ നേരെ നുസൈബയുടെ അരികിലേക്ക്. നുസിയെ, ഇത്തത്തെ പോയിട്ട് വരാട്ടോ. എന്തുണ്ടെങ്കിലും വിളിക്കാൻ കേട്ടോ ഉമ്മ, എന്തുണ്ടെങ്കിലും വിളിക്കാൻ കേട്ടോ. ഞാൻ വേഗം എത്താം. അല്ല, വീണ്ടും ഇതാ വിളിക്കണേ മോളെ. എന്നാ നീ വേഗം പോയിക്കോ. അപ്പോൾ തന്നെ ഉമ്മ അതാ ഓട്ടോക്കാരനെ വിളിച്ചു. ഉമ്മ, സത്യം പറഞ്ഞാൽ സമീറാക്ക് മോളെ ആ മരുന്ന് കയ്യിൽ പിടിച്ചിട്ടോ മോളെ. ഇനി അഥവാ ഇന്നെങ്ങാനും എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ വൈകുന്നേരത്തെ ഗുളികൊന്ന് പേക്കണ്ട, ഉച്ചക്കത്തെ വന്നോ കേട്ടോ. അത് കയ്യിൽ പിടിച്ചോ. ഉമ്മ പറഞ്ഞപ്പോഴാണ് അതവൾക്ക് ഓർമ്മ വന്നത്. അതവൾ എടുത്ത് കയ്യിൽ പിടിച്ചു. ഉമ്മ, എന്നാലേ നുസിയെ പോട്ടെട്ടോ, പോയിട്ട് വരാട്ടോ, വിളിക്കണം കേട്ടോ എന്തുണ്ടെങ്കിലും. അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ആ ഒരു വീട്ടിലേക്ക് പോകാൻ. പക്ഷേ ആ ഉമ്മ സുഖമില്ലാതെ ശയ്യയിൽ കിടക്കുകയാണെന്നറിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലായിരുന്നു. പോകുമ്പോൾ ഐഷമ്മ അവളുടെ കൈകളിൽ കുറച്ച് നോട്ടുകൾ ചുരുട്ടി കൊടുത്തു. എന്നാ മോളെ, ഇതാ ബാഗിൽ വെച്ചാളാം. ഉമ്മ, ഇതൊന്നും വേണ്ട, വണ്ടിക്കൂലി എന്തെങ്കിലും. അതിനകത്തൊന്നുമില്ല, അതാണ് കയ്യിൽ പിടിച്ചാളാം. ഉമ്മ തന്നെ ആ ബാഗിൻ്റെ ഷിബഴിച്ച് അതിലേക്ക് വെക്കും. ഉമ്മ, ഒന്നും വേണ്ട ഉമ്മ. അവൾ തിരിച്ചു നൽകുകയാണ്. മോളെ, ഒരു വൈക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ഒന്നും അധികം പിടിച്ചാണ്. എങ്ങനെയൊക്കെ ഏതൊക്കെ എന്താ പറയാൻ പറ്റൂലല്ലോ. അപ്പോഴേക്കും അതാ മുറ്റത്ത് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, മോളെന്തെങ്ങനെ കരയണത്? ഐഷമ്മയെ അവൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഉമ്മ, പോയിട്ട് വരും. പഠിച്ചോനെ, വല്ലാത്തൊരു വേദനയായിപ്പോയി. അവൾ കണ്ണീരോടെ ആ ഓട്ടോയിൽ കയറിപ്പോകുന്നത് ഐഷമ്മ നോക്കി നിന്നു. ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ഷമ്മാസ്, ഉമ്മ, എന്തിപ്പത് സംഭവം? പെട്ടെന്നൊരു ഓട്ടോയിൽ ആര് പോയത്? പള്ളിയിൽ നിന്ന് വന്ന ഷമ്മാസ് അതാണ് കണ്ടത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉമ്മയെ. എന്തു പറ്റുമ്മ, എന്ത് സംഭവം? മോനെ, സമീറ പോയടാ. അല്ലാ, എങ്ങോട്ട്? ഓളെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോള് ഇങ്ങനെ വരും എന്നെ, ഓളെ കാണണമെന്ന് പറയണ്ട. ഉമ്മ, പോയും ചെയ്തോ? ഒന്ന് വിശദമായി ഉമ്മാക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു അവർ ഉമ്മാനോട്. ഞാൻ അതിന് നിന്നീല മോനെ. എന്തിനാ ഇപ്പോൾ വെറുതെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണേ? എത്ര ആയാലും ഓല ആൾക്കാരനല്ലേ കാരണം. എത്ര ആയാലും അവിടുത്തെ മരുവോളാണ് ഓള്, ഓൻ്റെ പെണ്ണുങ്ങളുമാണ്. പിന്നെ ഇപ്പം നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ മോളെ ഇഷ്ടം പോലെ കാട്ടിക്കുമെന്ന് പറഞ്ഞാൽ ഏതായാലും പൊയ്ക്കണ്. അവളതാ ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നാസർക്കയുടെ വീട് അടുത്തടുത്ത് വരുമ്പോഴേക്കും അവളുടെ മനസ്സിൽ പേടി കൂടിക്കൂടി വരികയാണ്. അതേ, താൻ അനുഭവിച്ച ആ ഒരു വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ആലോചിച്ചുകൊണ്ട്. അല്പസമയത്തിന് ശേഷം അതാ ഓട്ടോ അവളുടെ ആ വീട്ടിലെത്തുന്നു. ഓട്ടോക്കാരന് പൈസ കൊടുത്തു തിരിച്ചു വിട്ടു. നാസർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വരുന്നുണ്ട്. കണ്ണി കണ്ട ആൾക്കാരെ കൂടെ കയറി ഇറങ്ങി വരുന്നുണ്ട്. സമീറ, നാസർ ഉച്ചത്തിൽ വിളിച്ചു. ഇക്ക. ആരോ ഓട്ടോണ് വിളിച്ചു വന്നത്? അറിയില്ല, അത് ഉമ്മ വിളിച്ചെന്ന്. ഉമ്മയോ? ആരുമ്മ? എൻ്റെ ഉമ്മ എന്ന് മരിച്ചു പോയതല്ലേ? ആരുമ്മ? ഭർത്താവിൻ്റെ അട്ടഹസിച്ചുകൊണ്ടുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ അവളുടെ വയറാകെ ഒന്ന് കാളിപ്പോയി. റബ്ബേ, കൈകാലുകൾ കുഴയുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ വേഗം അതാ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, എവിടേക്കയ്യേ? അതെ, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോൾ കയറി വരാനും. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ നെഞ്ചു വല്ലാതെ വേദനിച്ചു പോയി. തടിയൊക്കെ ഒന്ന് കുറഞ്ഞിക്കണല്ലോ. ഓരോ പരിഹാസ വാക്കുകൾ കൊണ്ട് ഭർത്താവ് ഓരോന്ന് പറയുകയാണ്. ഒരു നിമിഷം അവൾ കണ്ണുകൾ തോർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ റാഹിലത, ഇത്താത്ത വന്നു. ഇത്താത്തമാരായ എങ്ങനെ വേണം, വിളിച്ചാൽ ഓടിയെത്തണം. ഇതാണ് ഉമ്മ, നിങ്ങളെ പുന്നാര മരുമകളിത് വന്നിക്കണ്. ആര്? സമീർ. അതെ, ആ ഉമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഉമ്മ. സമീറ അങ്ങോട്ട് വന്നു. ഉമ്മ, എന്ത് പറ്റി ഉമ്മ? മോളെ, പനിയാണ്ടി, 4-5 ദിവസമായി. നീച്ചാനും ഇരിക്കാനൊന്നും കഴിയണില്ല. ഉമ്മ, മോളെന്തേ വന്നത്? നിൽക്കണോടത്തോടെ നിന്നൂടേനോ? ഉമ്മക്ക് കാണണം തോന്നിയപ്പോൾ. അതെ, റാഹില വെറും കളവ് പറഞ്ഞതായിരുന്നു. പക്ഷെ സമീറ അത് ചോദിച്ചില്ല. ഉമ്മ, സാരല്ല. ഉമ്മ എന്തെങ്കിലും കുടിച്ചോ? ചായൻ്റെ വെള്ളം കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ നല്ലോണം പൊടിയിട്ടത് അവിടെ കൊടുന്ന് വെച്ചിരിക്കണം. ആരെക്കൊണ്ട് കഴിയണ് അതങ്ങനെ കുടിച്ചാൽ? ഉമ്മ, ഞാൻ ഉണ്ടാക്കിത്തരാം. അവൾ പെട്ടെന്ന് അതാ ആ ചായയുമായി അടുക്കളയിലേക്ക് പോയി. എന്നാൽ റാഹില, എന്തേ ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഉമ്മക്ക് പൊടി കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ ചായ എടുക്കുന്നത് നല്ലത്. ഇത് നല്ലോണം സ്ട്രോങ് ഉണ്ട്. എന്നാൽ അജ്ജാണ്ട് കുടിച്ചാളത്, കളയാൻ പറ്റൂല കേട്ടോ. ഇത്താത്ത, ഇത്രയും പൊടിയുള്ള ചായ എങ്ങനെ കുടിക്കുക? അതും മധുരം ഒന്നും ഇല്ലാതെ. ഇതുകൊണ്ട് ഒരു ചെമ്പ് ചായ കാച്ചാലോ? അത്ര പൊടിയുണ്ട്. സമീറ, ആ ചായ കളയാൻ പറ്റില്ല. എങ്കിലും കുടിക്ക്. ചായപ്പൊടിക്കൊക്കെ എന്താ വില എനിക്കറിയോ? അതെ റായില, ഞാൻ ഇതാക്കിക്കോളും. അമ്മക്കൊരു ഇളമ്പൊഴിട്ടൊരു തുള്ളി ചായൻ്റെ ഉണ്ടാക്കി കൊടുക്കട്ടെ. കൊണ്ടായി കൊടുത്തോ. പിന്നെ കടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. വേഗം കടി ഉണ്ടാക്കിക്കോ. സമീറ ഉമ്മക്ക് വേഗം ചായ കൊണ്ടുപോയി കൊടുത്തു. ഉമ്മ അത് കുടിച്ചു. മോളെ എവിടെ ആയിരുന്നു ഇതുവരെ? ഉമ്മ, ഞാൻ പുത്തൻവീട് തറവാട്ടിൽ നാസർക്ക് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയതല്ലേ. അവിടെ ഉമ്മ നല്ല സുഖമാണ് ഉമ്മ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇജ്ജ് രക്ഷപ്പെട്ടു, അത് നന്നായി. ഉമ്മ, നിങ്ങൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോയിരുന്നോ? മരുന്ന് കുടിക്കണതിന് മുമ്പ് ഞാൻ കടി ഉണ്ടാക്കി തരട്ടോ. അവൾ നേരെ അടുക്കളയിലേക്ക് എത്തി. ആ അടുക്കളയുടെ ആ ഒരു രൂപം കണ്ടപ്പോൾ അവൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, എന്ന് തുടച്ചതാണാവും. ആ അടുപ്പും തറയും വീതനയും ഗ്യാസ് അടുപ്പും എല്ലാം കൂടി ഒരു കഥ. എന്നത്തെയോ ഉണങ്ങി നിൽക്കുന്ന പാത്രങ്ങൾ, കാര്യങ്ങൾ ഉണങ്ങിപ്പിടിച്ച് ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുറേ എണ്ണം ഒന്നായിട്ട് മൊത്തത്തിൽ. റബ്ബേ, ഈ അടുക്കളയ്ക്ക് ഒരാളും കയറില്ലെന്ന് തന്നെ തോന്നിപ്പോയി. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ദിവസം കൂടെ ചായൻ്റെ പാത്രം മോറിയിട്ടില്ല. അതങ്ങനെ കറ പിടിച്ചാകെ നിൽക്കണേ. പെട്ടെന്നാണ് അത് കണ്ടതവൾ. അല്ലാ, ഇത് എന്ന് വെച്ച കഞ്ഞി കൊടുക്കണേ, ഇത് മോറലും ഇല്ലേ? ഓരോന്നോരോന്ന് എടുത്തിങ്ങനെ വെച്ചേക്കുക. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ അവൾക്ക് ഒരു 100 കൂട്ടം പണിയാണ് നാത്തൂൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. താത്ത, നിങ്ങൾ പോവല്ലിട്ടോ ഇപ്പോൾ തൽക്കാലം. ഉമ്മാക്ക് സുഖമില്ലാതെ എങ്ങനെ നിങ്ങൾ പോവുക? നിങ്ങൾ എവിടേക്കും പോവല്ലേ? ഉമ്മാക്ക് കുറച്ച് കഞ്ഞി വെക്കട്ടെ, ഉമ്മാക്ക് ഇനി ഗുളിക കൊടുക്കാനുള്ളതാണ്. അവൾ പെട്ടെന്ന് തന്നെ അതാ മാവുണ്ടാക്കി അപ്പം ഉണ്ടാക്കുന്നു. ചട്ടിയൊക്കെ ആകെ കേട് വന്നിക്കണ്.
ഇവിടെ ഞാൻ പോയതിന് ശേഷം ദോശയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ആര് ദോശ ഉണ്ടാക്കണ? ദോശ കാക്ക ഹോട്ടലിലേക്ക് പോവും, പിന്നെ ഉമ്മാക്ക് കഞ്ഞാണ്ട് വെക്കും. ആരപ്പോൾ രാവിലെ ചായയും കടി ഉണ്ടാക്കിയിരിക്കണേ? മാപ്പിളാർ പരണ്ടി അരച്ചു കണ്ട് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പാടുണ്ടോ താത്ത? ഇതെന്തൊരു പരിപാടിയുണ്ട്? നിങ്ങൾക്ക് ഭർത്താവ് ഉമ്മയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പാടുണ്ടോ? അങ്ങനെ പോവരുതിട്ട് നിങ്ങൾ. ഇമ്മ നിങ്ങളെ കാണുന്നതാണ് കരഞ്ഞ് നുളോളിക്കേനു. പിന്നെ ഇക്കാക്ക് നിങ്ങളെ കളിയാക്കണ കാര്യമാക്കണ്ട. നിങ്ങൾ പോയപ്പോൾ ഇക്കാക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ സെമി പോയതിന് ശേഷം എനിക്കൊരു ഭക്ഷണം കിട്ടാതായി അങ്ങനെ ഇക്കാക്ക പറയായിരുന്നു. നിങ്ങളിഞ്ഞ് പോവല്ലിട്ടോ. സമീറ പെട്ടെന്ന് തന്നെ അവളുടെ ഡ്രസ്സെല്ലാം മാറി ഒരു പഴയ നൈറ്റ് ഇട്ടു. എന്നിട്ട് അതാ അവളുടെ ആ കിച്ചണൊന്ന് ആദ്യം നന്നാക്കട്ടെ എന്ന് വിചാരിച്ചു. റബ്ബേ, ഇവിടെയൊക്കെ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്താൽ ഇവിടുന്ന് അണുക്കൾ കയറും. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. കുറേ കരി പിടിച്ച ചട്ടിയും കലവും അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അതെല്ലാം പുറത്തേക്ക് വെച്ചു. അടുപ്പുന്തറയൊക്കെ നല്ല രീതിയിൽ അടിച്ചു വേരി നല്ലോണം തുടച്ച് നന്നാക്കി. റബ്ബേ, എന്തൊക്കെയോ പറ്റി പിടിച്ച് നിൽക്കുന്നു. ഗ്യാസ് അടുപ്പാണെങ്കിൽ എന്ന് തുടച്ച്, ഞാൻ പോയതിന് ശേഷം വെള്ളം അത് കണ്ടിട്ടില്ല. നന്നായിട്ട് ലിക്വിഡ് ഒഴിച്ച് അവൾ ഗ്യാസ് അടുപ്പെല്ലാം ഉരച്ച് മൂറിയപ്പോൾ നന്നായി തിളക്കം വെച്ചു. റാക്കും ഒന്നായിട്ടൊരു കഥ. ചുരുക്കി പറഞ്ഞാൽ 2-3 മണിക്കൂർ വേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അത്രക്കും പണിയുണ്ടായിരുന്നു അവിടെ. പാത്രങ്ങളെല്ലാം പുറത്തേക്ക് വെച്ച് അവൾ നന്നായി കരിയിട്ട് മൂറി വെയിലത്ത് ഉണക്കാൻ വെച്ചു. റാഹില ഇടയ്ക്കിടെ വന്നു നോക്കി. ഇത്താത്ത പോയത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. കണ്ടില്ലേ, അടുക്കള കണ്ട് വിശാലമായി വന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഷെറീന അങ്ങോട്ട് കയറി വരുന്നു. റായില, ഇത്താത്ത വന്നോ? അടുക്കളയിലേക്ക് ഇറങ്ങിച്ചെന്ന അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്തപ്പോൾ ഇത്, അടുക്കളയൊക്കെ നല്ലോണം വെളിച്ചം വെച്ചിക്കണല്ലോ. അല്ല റായില, അനക്കിപ്പോൾ എന്ത് ഇങ്ങനെ തോന്നിയത്? റായില ചെയ്തിട്ട് നിങ്ങൾ അടുക്കള വൃത്തിയായത് കാണൂല, അങ്ങോട്ട് നോക്കി. ഷെറീന പെട്ടെന്ന് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അതാ പാത്രം കരിയിട്ട് കഴുകുന്ന നാത്തൂൻ സമീറയെയാണ് കണ്ടത്. ഒരു നിമിഷം ഷെറീന ഉൾവലിഞ്ഞ് ചോദിച്ചു, എപ്പോഴാ വന്നത്? ശരി, ഇവിടെ വന്നോ? പുതിയാപ്പളിനെ കിട്ടാൻ മണ്ടിക്കല്ലേ? എന്താന്നില്ല, എപ്പോഴാ വന്നു? താത്ത, അതൊക്കെ ഞാൻ ഐഡിയക്ക് കളിച്ചുട്ടോ. എങ്ങനെ പെണ്ണേ? ഐഡിയക്ക് കളിച്ചു ഞാൻ. എങ്ങനെ? കേൾക്കണ്ടടി, എങ്ങനെ? സത്യം പറ. ഉമ്മാക്ക് തീരെ വയ്യ, സീരിയസ് ആണ് നിങ്ങളെ ചോദിക്കേണ്ടത്. ഇവിടെ ഉമ്മ ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഓടി വന്നിക്കണ്. അതിൻ്റെ മുമ്പ് ചോദിച്ചിട്ടൊന്നും വന്നിട്ടൊന്നുമില്ലേനോ. ഓടി വന്ന് വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത് അമ്മ കൊടുത്ത് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അടുക്കള ഒരു കഥയും. എനിക്ക് ഇറങ്ങണേ ഇഷ്ടമില്ല അടുക്കളയ്ക്ക്. ആകെപ്പാടെ പാത്രങ്ങളും അതും ഇതും കിടന്നിട്ട് പറ്റി പിടിച്ചതും ഒന്നും ഞാൻ കഴുകി. എനിക്ക് അർപ്പണതൊക്കെ ഞാൻ വെച്ച് പോയിക്കണല്ല, തിരിഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. കുറേ 1 ആഴ്ച 2 ആഴ്ചത്തെ പാത്രങ്ങളൊക്കെ ഒന്നായിട്ടതാ പുറത്ത് കൊണ്ടുപോയി മൂറിന്. അടുക്കളയും അടുപ്പൊക്കെ നല്ലോണം വൃത്തിയായി. ഇതന്നെ നടക്കുള്ളൂ, സോപ്പിട്ട് വിളിച്ചെരുത്തുക. അങ്ങനെ ആകുമ്പോൾ എന്താ, എന്നാൽ പിന്നെ പണിയെടുക്കാനേ ഒരാളില്ല, ഞാൻ പറ്റൂലട്ടാ. അല്ലെങ്കിൽ പിന്നെ നാസർ വേറെ പെണ്ണിട്ടി വേറൊന്നിനെ കൊണ്ടുവരണം. നാസറിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. വല്ലാത്തൊരു വിളവെത്തന്നെ. ജി എന്നെ കടത്തി വെട്ടിയോ? ജ്യേഷ്ഠത്തെയും അനിയത്തിയും അത് പറഞ്ഞ് ചിരിക്കുന്നു. താത്ത, കുറച്ചൊക്കെ ബുദ്ധിയും കൗശലില്ല, ഞാൻ പറ്റുമോ? ഇങ്ങനത്തെ നാത്തൂമാരൊക്കെ വിളിച്ചു വരുത്താന്നുണ്ടെങ്കിൽ അതല്ലേ നടക്കുള്ളൂ. അല്ലാതെ ഓലൊക്കെ വരുമോ? പുത്തൻ വീട് തറവാട്ടിൽ രാജകുമാരിയായി വാഴേനേക്കാരല്ലേ. അതൊക്കെ ഞാൻ കണ്ടതല്ലേ. നല്ല നല്ല മുന്തിയ തരം പർദ്ദ, നല്ല ബാഗ്, എന്തൊക്കെയാണ് ഓൾക്ക് കിട്ടണത്. ഞാൻ അപ്പോഴേ വിചാരിച്ചേക്കണ്, എങ്ങനെ ഇപ്പോൾ ഇവൾ ഇങ്ങനെ ഇതായത്. ഓളെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ മനസ്സിൽ വന്നത് തന്നെയാണ്. എന്നാൽ ഈ സമയം ഷെറീന അതാ നാസറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അല്ല നാസറേ, എൻ്റെ പെണ്ണുങ്ങൾ വന്നിട്ട്. ആരെ പെണ്ണുങ്ങൾ? ആരെ പെണ്ണുങ്ങൾ? എൻ്റെ പെണ്ണുങ്ങൾ വന്നിട്ട് എന്തൊരു മൈൻഡ് ഇല്ലാത്തത്? എനിക്ക് അങ്ങനെ ഒരു പെണ്ണല്ലല്ലോ. നാസറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഷെറീന, പൊന്നാരൻ്റെ നാസറേ, ഒരു വേലക്കാരത്തിൻ്റെ റോഡിലെങ്കിലും അവിടെ നിന്നോട്ടെ. പറഞ്ഞേച്ച ഇവിടെ തന്നെ നഷ്ടം. എനിക്ക് എന്ത് വെള്ളം പറ്റി ഇവിടെ നിന്ന് കിട്ടലുണ്ടാ? ഇല്ലല്ലോ. 4 നേരം ഹോട്ടലിൽ പോയില്ല തിന്നല്. ഇവിടുത്തെ അടുക്കളൻ്റെ പെരൻ്റെ കുടിൻ്റെ കോലം എന്തേനോ? എത്ര ദിവസത്തേക്കാണ് മിറ്റടിച്ച് വരിയിട്ട് തുടച്ചിട്ട് പാത്രം അടുക്കള ഫുള്ള് മൊത്തത്തിൽ അലങ്കോലായി കിടക്കല്ലേ. അതൊക്കെ ഉണ്ട് കയ്യോണ്ട് എടുത്തെങ്കിലല്ലേ മതിയാവുള്ളൂ. ഉമ്മക്കും കൂടി സുഖമില്ലാതെ ഇപ്പോൾ തിരിഞ്ഞ് നോക്കാതായില്ലേ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കുള്ള ഫുഡ് പുറത്തുനിന്ന് കിട്ടും. എനിക്ക് ഒരു പെണ്ണും വേണ്ട, പെടക്കോയും വേണ്ട.
ആ തടിച്ചിന് പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണം. എന്ത് കാര്യത്തിനാവുന്ന അവൾ വന്നത്? പൊന്നാരൻ്റെ നാസറേ, ഉണ്ടാതെ നിൽക്ക്, അതവിടെ നിന്നോട്ടെ. ഇമ്മാനെ നോക്കാൻ ഏറ്റവും നല്ലത് ഓള് തന്നെയാണ്. ഉമ്മാനെ ഓൾക്ക് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയൂല. ഇമ്മാനങ്ങനെ നോക്കാൻ എന്ത് പണിയാ? പ്രായമായ ഒരാൾക്ക് ഇങ്ങനെ സുഖമില്ലാതെ അങ്ങനെ കിടന്ന് മൂങ്ങുമ്പോൾ ഒരാളുടെ ഒപ്പം ഉണ്ടാണ് നല്ലതല്ലേ? മരോളുണ്ടല്ലോ, മരോള് നോക്കിക്കോട്ടെ. മക്കളല്ലേ നോക്കേണ്ടത് ഉമ്മാരെ. നാസറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഷെറീന ഒരു നിമിഷം, പൊന്നാരൻ്റെ നാസറെ, ഇത് ദേഷ്യപ്പെടല്ലേ? മരുക്കൾ നോക്കുമ്പോഴൊന്നും മക്കൾക്ക് നോക്കാൻ കഴിയൂല. മക്കൾ കെട്ടിച്ചെടുത്തുനിന്ന് വണ്ടിപ്പാഞ്ഞ് വന്നിട്ട് വേണ്ടേ? സ്ഥിരമായിട്ട് പരിയിലുണ്ടാകും മരുക്കളല്ലേ. ഇനി വിടണ്ട, ഇനി ഒന്നും വെച്ച് പറന്നെ വേണ്ട അതിനെപ്പറ്റി. മനസ്സിലായല്ലോ? നാസറിനെ ഷെറീന നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം പാത്രമെല്ലാം കഴുകി അവൾ വൃത്തിയാക്കി ഉണക്കി വെച്ചു. നേരെ ചോറിൻ്റെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അരിയിടാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ആകപ്പാടെ ഒരു ഇടങ്ങാറായിരുന്നു. ഒരു നിമിഷം ഷെറീന റായിലെ വിളിച്ചു. ഡി ഇവിടെ വന്നാ. ഇനിയിപ്പോൾ നാസറോളൊപ്പം കെടുത്തൊന്നുമില്ല. നാസറിനോളെ കണ്ടൂടാ. നാസറിൻ്റെ റൂമൊക്കെ തന്നെ അടുപ്പിച്ചു ഓനെ. പക്ഷെ ഉബിളില്ലാഞ്ഞാലും മോശമാണ്. ഇജേ, നമ്മൾ അടുക്കളൻ്റെ ഭാഗത്തൊരു ചെരുണ്ട്, അതൊന്ന് നന്നാക്കാൻ പറഞ്ഞ അവളോട്. എന്തിനാ ഏതാ ഒന്നും പറയണ്ട, അത് രാത്രി ആകുമ്പോൾ പറഞ്ഞാൽ മതി. ബാക്കി അതൊന്ന് പറഞ്ഞാളാ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞാൽ നാത്തും ഇവിടെ വന്നുകാണ്ട് ഓരോന്ന് കൽപ്പിച്ചെന്ന് പറയാൻ നിൽക്കണ്ട. ഇജ്ജ് പറയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. എന്തിയേ? അല്ലറായില്ല, എനിക്കൊരു സംശയമുണ്ട്. ഇജെങ്ങാനാ പൊന്നെങ്ങാനും ഒന്നേരം എടുത്ത് വിറ്റോന്ന്. താത്ത, ഇങ്ങളെന്താ ഇൻ്റെ നേരക്ക് എടുക്കണേ? ഇങ്ങൾക്ക് തന്നെ അവിടെ പോയി കളച്ചൂടെ? എനിക്ക് തന്നെ ബലമായ സംശയമുണ്ട്. അല്ലാതെ പിന്നെ എവിടേക്ക് പോവാനാ? ഇജ കുഴിച്ചിട്ടിക്കണമെങ്കിൽ എനിക്ക് അതറി. സത്യം പറഞ്ഞോ, ഇജ എവിടെയാണ് കുഴിച്ചിട്ടത്? ഇത് കേട്ടുകൊണ്ട് സമീറ അടുക്കളയിലേക്ക് വന്നത്. ഒരു നിമിഷം സമീറ, റബ്ബേ, അത് കേട്ട് ഞെട്ടിത്തെരിച്ചു നിന്നു. പൊന്നാരൻ്റെ റാഹില, അനക്ക് കുഴിച്ചിടുമ്പോൾ നല്ല മട്ടത്തിന് കുഴിച്ചിടണ്ടേ? പുത്തൻ വീട് തറവാട്ടത്തെ പൊന്നൊക്കെ വാരിക്കൊണ്ടാ ഉഷാർ. എനിക്ക് പാത്തൊക്കെ ഉഷാറല്ലേ. ഏതായാലും എൻ്റെ ഇൻ്റെയും കൗത്തത്തി മാലനെ കിട്ടിയത് വലിയ ഭാഗ്യം. ബാക്കിയൊക്കെ എവിടെ ചിട്ടിക്കണം? എത്രേ ഉറുപ്പ്യാൻ്റെ ഒരു പൊന്നുണ്ടേനു. വല്ലാത്തൊരു കാട്ടനാണല്ലോ ഇജ്ജ് കാട്ടിയത്. ജ്യേഷ്ഠത്തി അനിയത്തിയെ ചീത്ത പറയുന്നത് ശരിക്കും അവൾ കേട്ടു. ഒരു നിമിഷം റാഹില അത് കേട്ടു. ഒന്നും കൂടെ ഉണ്ട് നോക്കന്നെ, അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? സമീറ ശരിക്കും ഞെട്ടി. റബ്ബേ, ഐഷമ്മയുടെ സ്വർണം. ഹോ, ഇവർ വല്ലാത്തൊരു സാധനങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ ഉമ്മ വിളിക്കുന്നു. മോളെ സെമിയേ, സമീറ. ആ ഉമ്മ, ഇതട്ടെ ഉപ്പ കഞ്ഞി തരട്ടെ. ഞാൻ ഇതാ തിളച്ചിക്കണം കേട്ടോ, ഒപ്പ ആവും കേട്ടോ. മോളെ ഒന്നും വേണ്ടടി, എന്നാലും എൻ്റെ കുട്ടി വന്നു, വലിയ ഭാഗ്യം. ഉമ്മ, ഞാൻ വരൂലമ്മ, നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ. ഓല് ഒരു തുള്ളി വെള്ളം കിട്ടൂല എനിക്ക്. എൻ്റെ മക്കളാണുള്ളത്. ഓലങ്ങനെ സുഖകരം പറഞ്ഞിരിക്കുക, അല്ലാതെ എപ്പോഴും എന്നെ കൊണ്ടുവരുന്നതിന് വർത്താനം പറിച്ചിൽ തന്നെ. അല്ലാതെ ഇപ്പോൾ മോളെ ഇജ്ജ് നാസറിനൊന്ന് വിളിക്കൂ. ഉമ്മ, നാസർക്ക് എന്നെ കണ്ടാൽ ചീത്ത പറയും. ഞാൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുമ്പ് കൂടെ പോകുന്നത്. എനിക്ക് പേടിയാണ് അദ്ദേഹത്തിന്. മോളെ സാരമില്ല ഉമ്മ, ഞാൻ അപ്പം കഞ്ഞി തരട്ടാ. നിങ്ങളവിടെ ഇരിക്കി, നിങ്ങൾ അവിടെ കിടന്നോളൂ, ഞാൻ അപ്പം തരട്ടെ. എന്നിട്ട് ഗുളിക നേരത്തിന് കുടിക്കണില്ലല്ലേ? നിങ്ങൾ നേരത്തിന് ഭക്ഷണമില്ല, ഗുളികൊന്നും ഇല്ലാതെ എന്നിട്ട് നിങ്ങൾ ആശുപത്രി പോയിട്ടില്ലേ? ഗവൺമെൻറ്റിലൊന്ന് പോയി എന്നേനു. അതന്നെ ഓനോട് പറഞ്ഞ് ഓന് എത്ര ആയാലും ഇന്നാണ്ട് കൊണ്ടുപോകില്ല. ഓനങ്ങോട്ട് മനുഷ്യനെ ഇടങ്ങാറായി കിട്ടി ഇവിടെ നിൽക്കേനു. എന്തായാലും കൊണ്ടുപോയി. എന്താ ഗുളികൊക്കെ ഉണ്ട്, കുടിച്ചാനും എടുക്കാനും കഴിയണ്ടേ? ഉമ്മ, അതൊക്കെ ഞാൻ തരാം. ഉമ്മ കറക്റ്റ് രീതിയിലെല്ലാം കുടിക്കണം കേട്ടോ. അവൾ ചോറ് വന്നിട്ടുണ്ട് പോയി നോക്കി. ഓ, കഞ്ഞി അയക്കണ്. കുറച്ച് വേഗം അവൾ കഞ്ഞി മുക്കി ഒഴിച്ച് കല്ലുപ്പിട്ട് നല്ലോണം കുറഞ്ഞൊരു ചൂടിൽ നേരെ ഉമ്മയുടെ അരികിലേക്ക് വന്നു. ഉമ്മ, ഇത് കുടിച്ചോളി. ഇത് കുടിച്ചിട്ട് നിങ്ങൾ ഗുളിക കുടിക്കട്ടോ. വെറും വയറ്റിലൊന്നും കുടിക്കരുതിട്ട്, ഇത്രയും തോനെ ഗുളികൊന്നും. മോളെ, ഓ ഇല്ലമ്മ, ഞാൻ കോരിത്തരാം. അത്രക്കും ഉപദ്രവിച്ച ആ ഉമ്മാക്ക് അവളതാ കഞ്ഞി കോരിക്കൊടുക്കുന്നു. അതെ, ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒന്നും സാരമില്ല. എത്രയായാലും ഉമ്മന്നല്ലേ, ഭർത്താവിൻ്റെ ഉമ്മ സ്വന്തം ഉമ്മയെ പോലെ കരുതണം എന്നാണല്ലോ അവൾ ഉമ്മയെ പരിചരിക്കുന്നത്. റാഹിലയും ഷെറീനയും നോക്കി നിന്നു. അവിടെ നിർത്തണം, ഇനി വിടരുത് കേട്ടോ, വിടന്നെ ചെയ്യരുത്. അവിടെ നിന്നോട്ടെ, നിന്നാൽ എല്ലാ പണിയും കഴിച്ചു.
അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത പണിക്ക് ചെന്ന് ഒരുങ്ങിക്കാളാ അത് പറഞ്ഞാളജ് കേട്ടോ. ഉമ്മയുടെ കഞ്ഞി കൊടുത്തു വന്ന് അവൾ പാത്രം കഴുകി വെച്ചു. അടുത്ത പണിക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് റായില പറഞ്ഞു, താത്ത ആ എന്തേ, നമ്മൾ ആ ചായ്പുണ്ടല്ലോ അവിടെ അവിടെ ഒന്ന് നന്നാക്കണം. അവിടെ ആകെ ചതലും ഇതൊക്കെ കൂടി കിടക്കണം. കുറച്ച് വിറകും ചകിരിയും ഓലക്കൂടെയൊക്കെ ഉണ്ട്. ആക്കെ ഒന്ന് തട്ടിക്കൊട്ടി. അതെന്തിനാ ഇപ്പം നന്നാക്കണത്? അല്ലേ നമുക്ക് ആവശ്യം വരും. അത് വലിയ കേടൊന്നുമില്ല. അതിലൊരു പഴയൊരു കട്ടിലും ഉണ്ട്. അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നന്നാക്കിയാലേ എന്തിനാണ് ഇപ്പോൾ? നല്ലതാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്താളി, റാഹില കൽപ്പിക്കുന്നു. ഷെറീനയും പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ആ സമീറ, ആ ചായ്പ് നല്ലോണം തട്ടിക്കൊട്ടി നന്നായിക്കളാം. നല്ല റൂമിന് ആദ്യമൊക്കെ ഉമ്മ പണ്ട് വാടക കൊടുത്തിനു. ആർക്കൊക്കെ ഒരു കട്ടിലൊരു റൂമെന്ന് വെച്ചാൽ എത്ര പൈസയാണ് ഇപ്പം അതിന്. എന്തിനും നല്ലതാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു കൂട്ടർക്ക് അവിടെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അവിടെ ഒരു റൂം തന്നെ ആയിനു, അങ്ങനെ എടുത്തതേനു. പിന്നെ ഇപ്പം ആർക്കും എനിക്ക് പോകാതായിന്നേ ഉള്ളൂ. താത്ത അവിടെയൊക്കെ പോണ്ട, അവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ടാവും. ആര് പറഞ്ഞ്? ഒരു പാമ്പും ഉണ്ടാവില്ല. ഒന്ന് നന്നാക്കിക്കൂട്. ഷെറീന അത് പറഞ്ഞുകൊണ്ട് അതാ അവിടെ നന്നാക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം സമീറക്ക് ഭയം തോന്നി. പഠിച്ചോൻ പൊളിഞ്ഞു ചാടാനായി ചതിലൊടിച്ചൊരു വാതിലും അതിലൊരു കട്ടിലും കുറച്ച് ചകിരിയും കുറച്ച് എല്ലാം കൂടി ഉണ്ട്. താത്ത അവിടെ എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാവും, എനിക്ക് പേടിയാണ്. ഷെറീന എന്തപ്പോൾ അങ്ങനെ ജന്തുക്കളെ പേടിച്ചാനേ? എന്തായാലും മരിച്ചു പോണ്ടി തന്നെയല്ലേ. അനക്കെന്താ മരണത്തെ പേടിയാ? അത് പറയും. എന്നാ അതാ ചൂലും മുറവും കൈക്കോട്ടൊക്കെ നല്ല വടിച്ച് വരണ്ടി എടുത്ത് നല്ല വൃത്തിയാക്കി അടിച്ചു വയ്ക്കാളാ. എന്നാൽ തന്നെ അവിടെ ഒരു ഒട്ടർക്ക് കെടുക്കുക. ഇത്താത്ത ഇവിടെയൊക്കെ ആര് കെടുക്കാനാ? അതിനൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഇജണ്ട് നന്നാക്കിക്കൂട്. ഷെറീന കുറച്ചുകൂടി ഊക്കത്തിയാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ നല്ല സ്പീഡിൽ പറയും. ഒച്ചപ്പാട് കേട്ടിട്ട് ഉമ്മ റായില റായില എന്തി ഉമ്മ, മരുവോള് വന്നപ്പോൾ സമാധാനമായോ? റായില എന്താ പെണ്ണിനെ കൊണ്ട് അവിടെ പണിയെടുപ്പിച്ചത്? ഓൾക്ക് ഈ പെരീത്തെ പണി തന്നെ എമ്പാടുണ്ടല്ലോ. ഇമ്മങ്ങൾ മുണ്ടാതെ അവിടെ ഇരുന്നോളി. നാസർ ഖാനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചണം. ഒരിക്കലും സമീറയെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലേ? അതിനിപ്പത്തിന് അവിടെ ആ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിച്ചു. റൂം വേണ്ട പിന്നെ? ഇവിടെ റൂമേ. എന്നാൽ പാവം സമീറ അതാ കൈക്കോട്ടും ചൂലും മുറവുമെല്ലാം എടുത്ത് അതിനുള്ളിലേക്ക് കയറി. ആകെ മാറാല പിടിച്ച് കിടക്കുന്ന ആ ഒരു റൂം. ചതിലാണെങ്കിൽ അതിലേറെ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഇരുട്ടും എല്ലാം കൂടി. പഠിച്ചൊരു എന്തിനേക്ക് ഇവർ ഇത് നന്നാക്കിപ്പിക്കണാവോ? എന്നെക്കൊണ്ട് കഴിയൂല. ആകപ്പാടെ ഒരു ശ്വാസം മുട്ടൽ. പെട്ടെന്ന് ഷെറീന അങ്ങോട്ട് വന്നു. എന്തായി സമീറ, കഴിഞ്ഞോ പണി? ഇത്താത്ത ഇത് കഴിയണില്ല. ഇവിടെ നല്ലോണം അങ്ങോട്ട് അടിച്ച് വാരിൻ്റെ എടുത്തുകൂടെ. ചെതലൊക്കെ ഇങ്ങനെ ആ ഒരു കൈക്കോട്ടൊന്ന് വരണ്ടി കണ്ട് എടുത്തുകൂടെ. മാറാലൊക്കെ നല്ലോണം തട്ടിക്കാളാ. ഒരു ഒട്ടർക്ക് നല്ലോണം കെടുക്കാൻ പറ്റുന്ന റൂമാണിത്. ഒരു കട്ടിൽ വിട്ടാൽ എന്ത് നല്ല മട്ടം. ഇത്താത്ത ഇവിടെയൊക്കെ ആരും കെടുക്കണ്ടിട്ട് എന്തേലും ജന്തുക്കൾ ഉണ്ടാവും. ജന്തുക്കൾ കാട്ടിൽ വരെ ആൾക്കാർ കിടക്കണം. ഇത്രയും നല്ലൊരു ചായ്പ് ഇവിടെ ഉണ്ടായിട്ട് വെറുതെ ഇപ്പോൾ അത് കളയാൻ പറ്റുമോ? ഷെറീന അവിടെ പണിയെടുത്തുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം അവൾ ഓർത്തു, പുത്തൻ വീട് തറവാട്. റബ്ബേ, ഈ വീട്ടിലേക്ക് ഞാൻ കാല് കുത്തിയാൽ പിന്നെ പണിയോട് പണിയാണ്. എനിക്ക് പിന്നെ ഒഴിവില്ല. റബ്ബേ, ഇപ്പോഴിതാ ഈ ഭാഗമൊക്കെ നന്നാക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ ഉമ്മാക്ക് സുഖമില്ലാന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതായിരുന്നു, ഒന്ന് കണ്ടു പോയരിച്ചിട്ട്. അപ്പോൾ അവർ ഒന്നിമേൽ ഇങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ കരയുകയായിരുന്നു. പെട്ടെന്ന് നാസർ അങ്ങോട്ട് വന്നു. റായില, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തിക്കാക്ക? ഒരു കൂട്ടർ ചെല്ലാൻ പറഞ്ഞിക്കണ്. ഒന്ന് കെട്ടിച്ച് തീർത്തൊരു പെണ്ണാണെന്നാണ് പറഞ്ഞത്. വല്ലാതെ കെട്ടിച്ചോട് നിന്നിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് പോയോക്കാം അല്ലേ? ഒരു നിമിഷം സമീറ അത് കേട്ടു. അവൾ ഞെട്ടിപ്പോയി. എന്താ റബ്ബേ പറയുന്നത്? അവൾ ഒന്നും അറിയാത്ത രീതിയിൽ ഞെട്ടിപ്പോയി. അവൾ ആ കൈക്കോട്ട് താഴെ വെച്ചു. പെട്ടെന്ന് ഷെറീൻ അങ്ങോട്ട് വന്നു. എന്തി നിർത്തിയാ? വേ ആക്കിക്കൂട്. എന്താ ജിത് താടി അങ്ങനെ പണിയെടുത്തോട്ട് പിള്ളേ, എന്നാൽ എൻ്റെ തടിയൊക്കെ അനങ്ങുള്ളൂ. എന്തപ്പോൾ പൗതിയ ഇപ്പോൾ നിർത്തിയത് കണ്ടില്ല? ഇത് വൃത്തിയാക്കിയ സ്ഥലമൊക്കെ നല്ലൊരു സ്ഥലം. എന്നിട്ടാണ് ഇപ്പോൾ നമ്മളിത് വെറുതെ ഇട്ടേക്കണത്. ഇത്താത്ത ഇത് എന്തിനാ ഇവിടെയൊക്കെ നന്നാക്കണത്? നമ്മളിവിടെ ഇങ്ങനെ ആരും കിടക്കൊന്നുമില്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെരിയൊക്കെ ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നാൽ എന്താ ഇവിടുത്തെ ഒരു കഥ? ഇജ്ജ് പോയതിന് ശേഷം ആകപ്പാടൊന്നും കൂടി അലങ്കോലയിക്കണേ.
ഏതായാലും നന്നാക്കിക്കാളാം. അതൊക്കെ നന്നാക്കേണ്ടി ഇട്ടാലേ ആവശ്യം വരുമ്പോൾ എടുക്കാലോ. അന്നതാ നാസർ അവിടെ നിന്ന് ഇറങ്ങുന്നു, പുതിയ കുപ്പായും പുതിയ തുണിയുമെല്ലാം എടുത്തുകൊണ്ട്. പിന്നാലെ റാഹിലയും. ഉമ്മയോട് ഒരു വാക്ക് ചോദിക്കുകയോ അല്ലെങ്കിൽ സമീറയോടോ ആരോടും ഒന്നും പറയാതെയാണ് അവർ രണ്ടുപേരും പോയത്. ഷെറീനക്ക് കാര്യം മനസ്സിലായിരുന്നു. അതേ ഇമ്മ, നിങ്ങളെ മോൻ പെണ്ണാണാൻ പോയിക്കണ്. ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി. എന്ത്? എവിടേക്ക്? എന്തിന്? ആരെ? അതൊന്നും അറിയില്ല. കെട്ടിച്ച് തീർത്ത പെണ്ണെന്നാ പറഞ്ഞത്. ആർക്കറിയാം? പറ്റെങ്കിൽ ആയിക്കോട്ടെ, കൂട്ടിക്കൊടുന്നോട്ടെ. ഓനക്ക് വേണ്ടൊരു ജീവിതം. ഈ തടിച്ചിൻ്റെ കൂടെ ജീവിക്കാൻ അങ്ങനെ ഓനെക്കൊണ്ട് കഴിയുമോ? ഇവളിവിടെ നിന്നോട്ടെ, ഇവളെ പറഞ്ഞേക്കരുത് കേട്ടോ. ഇവിടെ നിന്നോട്ടോള്. ഇവളെ കൂടെ നിന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരം. കണ്ടീരെ നമ്മളെ പേരെയും കൂടി ഇപ്പം എന്തോരം മട്ടത്തിലായി. എടി, കടുപ്പം കാട്ടാൻ പാടില്ല പെൺകുട്ടികളെ. നിങ്ങളത് പറഞ്ഞു നിന്നോളി. നിങ്ങൾക്ക് തുള്ളി വെള്ളം തരാൻ ഓളെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഇനി ഇപ്പം കെട്ടിക്കൊണ്ടുവരുന്ന മരുവൾ എങ്ങനെയാന്നാവും, ആർക്കറിയാം. ഷെറീനയുടെ വാക്ക് കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എത്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണത്. സമീറ മോളെ, മതി മോളെ എടുത്തത്. ഉമ്മ ഓൾ അവിടെ എടുത്തോട്ടെ, നിങ്ങൾക്ക് എന്താ ബേജാറ്? സമീറ മതി മതി എന്ന് പറഞ്ഞാൽ ആ കുട്ടി വന്നപ്പോൾ തുടങ്ങിയതാണ്. എന്തെങ്കിലും പറ്റിയാലേ ഉമ്മ എന്നെ ഇല്ലില്ല, എന്നെ വിളിച്ചതല്ല. എൻ്റെ പണി കഴിഞ്ഞോ ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. അങ്ങോട്ട് തന്നെ പോയിക്കോ. കയറി വരുന്ന സമീറയെ വീണ്ടും അതാ ഷെറീന അങ്ങോട്ട് തന്നെ ആട്ടി പറഞ്ഞേക്കുന്നു. പാവം, അവളാകെ കുഴങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ പണി കഴിഞ്ഞിട്ട് കുടിച്ചാൽ പോരെ? അതിൻ്റെ ഇടയിൽ ഈ വെള്ളം കുടിച്ചുമ്പോഴൊക്കെ നമ്മൾ ക്ഷീണിക്കൽ തന്നെയാണ്. ഷെറീനയുടെ ആ ഒരു വാക്ക് കേട്ട് സമീറ ഒരു നിമിഷം കരഞ്ഞു പോയി. റബ്ബേ, അവൾ ഓർത്തു പുത്തൻ വീട് തറവാട്ടിനെ, ഐഷുമ്മയെ. അതോർത്ത് അവൾ കണ്ണീരൊഴുക്കി. സമീറ അവിടെ നിന്ന് രക്ഷപ്പെടുമോ? രക്ഷപ്പെടാൻ അവർ സമ്മതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.